ഇത് കോൺക്ലേവിലുള്ള ആരും എന്നോട് പറഞ്ഞതല്ല, ഞാൻ സ്വാഭാവികമായി നടത്തുന്ന ഒരു നിഗമനമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും രണ്ടാം ദിവസം അവസാനത്തോടുകൂടി പാപ്പായെ നമുക്ക് ലഭിക്കുമെന്ന്. ഒന്നിനെ തകിടം മറിച്ചുകൊണ്ട് മറ്റൊന്ന് ചെയ്യുന്ന രീതി സഭയ്ക്കില്ല. പുഞ്ചിരിക്കുന്ന മുഖമാണ് എപ്പോഴും പരിശുദ്ധ പിതാവിന്. എന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ ഒരു ഗവൺമെൻറ് വെക്കുന്ന പദ്ധതികളെ, മുന്നോട്ട് വെക്കുന്ന നടപടികളെല്ലാം ഒരുപക്ഷെ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ തകിടം മറിക്കുന്ന ഒരു അനുഭവം നമുക്കുള്ളത് കൊണ്ടാണ്, അതേ രാഷ്ട്രീയ ശൈലി സഭയിലുണ്ടെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ഒരു പാപ്പാവ് പോയി വേറൊരു പാപ്പാവ് വന്നാൽ ഉടനെ കാര്യങ്ങളെല്ലാം മറ്റൊരു രീതിയിലാകും എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത്. ഒരിക്കലും വരികയില്ല. ഏതായാലും ഇത് നമുക്ക് സഭയ്ക്ക് ഒരു വലിയ സമ്പത്തായിട്ട് പരിണമിക്കും എന്നുള്ളതിന് സംശയമില്ല. സിറോ മലബാർ സഭയുടെ അഭിമാനമായ നമുക്ക് ഏവർക്കും വളരെയധികം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. നമുക്കറിയാം, കത്തോലിക്ക സഭയ്ക്ക് 267 മാർപ്പാപ്പയെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ലിയോ 14 മാർപ്പാപ്പയിലൂടെ. മാർപ്പാപ്പയുടെ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് നടന്ന ആ ഒരു ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിലൊക്കെ വളരെ സജീവമായി അഭിമന്യ പിതാവിന് പങ്കെടുക്കുവാനുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചു. നമുക്ക് പുതിയ മാർപ്പാപ്പയെക്കുറിച്ച്, ഒപ്പം തന്നെ ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് കോൺക്ലേവിന് മുന്നോടിയായി ഇവിടെ നടന്ന ചർച്ചകളെക്കുറിച്ച്, ഒപ്പം നമ്മുടെ കത്തോലിക്ക സഭയെക്കുറിച്ച്, കത്തോലിക്ക സഭ ഇനി പുതിയൊരു തലങ്ങളിലേക്ക് ഉയരാൻ പോവുകയാണ്, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിൽ നമുക്ക് ചോദിച്ചറിയാം. പിതാവെ, സ്നേഹത്തോടെ അങ്ങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിതാവെ, വളരെ നാളത്തെ ഒരു പ്രാർത്ഥനകൾക്ക് ശേഷം സഭയ്ക്ക് 267 മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുകയാണ് ലിയോ 14 മാർപ്പാപ്പ. പുതിയ മാർപ്പാപ്പയുടെ ആ ഒരു സ്ഥാനാരോഹണത്തെ, ആ ഒരു തെരഞ്ഞെടുപ്പിനെ അങ്ങ് എങ്ങനെ നോക്കിക്കാണാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ദൈവാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എല്ലാ മാർപ്പാപ്പമാരുടെയും തെരഞ്ഞെടുപ്പ് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതും നമുക്കറിയാം, ഓരോ മാർപ്പാപ്പമാരുടെയും പാപ്പ ശുശ്രൂഷയുടെ പ്രത്യേകതകൾ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം അവരവരുടേതായ ശൈലികളിൽ സഭയുടെ ദൗത്യം കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിന് യോജിച്ച ഒരു പരിശുദ്ധനെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലിയോ 14. ഒപ്പം പിതാവെ, ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യ ഒരു സന്ദേശം വളരെ മനോഹരമായിട്ടുള്ള സന്ദേശം, പ്രത്യേകിച്ച് ഒരു സ്നേഹത്തെക്കുറിച്ച്, മുറിവുകൾ ഉണക്കുന്നതിനെക്കുറിച്ച്, അങ്ങനെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു സന്ദേശം. ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പ. അപ്പോൾ പിതാവിൻ്റെ ഇനി പുതിയതായി വരാൻ പോകുന്ന പരമാചാര്യ കാലഘട്ടത്തെ എത്രത്തോളം ഒരു പ്രതീക്ഷയോടെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? പരിശുദ്ധ ഈ പിതാവിൻ്റെ, അതായത് പുതിയ പിതാവിൻ്റെ ഒരു വലിയ സവിശേഷത അദ്ദേഹം പഠിച്ച് ധ്യാനിച്ച് കാര്യങ്ങൾ പറയുന്നയാളെന്നുള്ള നിലയിലാണ്. ഈ ആദ്യത്തെ പ്രഭാഷണം തന്നെ ഊർബിയ തോർബിക്ക് മുമ്പായിട്ട് അദ്ദേഹം ദ റൂം ഓഫ് ലമൻറ്റേഷൻസ്, വിലാപത്തിൻ്റെ മുറി എന്ന് പറയുന്ന ആ മുറിയിൽ ഇരുന്നു കൊണ്ട് എഴുതി തയ്യാറാക്കി വായിച്ചതാണ്. സാധാരണഗതിയിൽ സ്വയം പ്രേരിതമായിട്ട് പെട്ടെന്ന് പറയാൻ ഉള്ള ഒരവസരമാണ് അതെന്ന് വരികിലും അത് എഴുതി തയ്യാറാക്കി വ്യക്തമായിട്ട് പറയണമെന്ന് പാപ്പ തീരുമാനിച്ചു. അതങ്ങനെ ചെയ്യുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ്. ഇതിന് ശേഷം നടന്ന കർദിനാൾമാരോടുള്ള സംഭാഷണത്തിലും വിശുദ്ധ കുർബാന അർപ്പിച്ച സമയത്തിലും എല്ലാം അതുപോലെ തന്നെയാണ് എഴുതി തയ്യാറാക്കിയ ടെക്സ്റ്റാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്ന് അല്പസ്വല്പ വ്യത്യാസത്തോടെ വല്ലതും പറഞ്ഞാലും അതിനും വളരെയേറെ ചിന്ത അതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് വളരെ ഉറച്ച ചിന്തകളും തീരുമാനങ്ങളും നടപടികളും ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം ആദ്യത്തെ പ്രസംഗത്തിലും പിന്നീടുള്ള പ്രസംഗങ്ങളിലുമെല്ലാം സഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ ലോകജനതയുടെയും ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള തൻ്റെ വീക്ഷണം പറഞ്ഞിട്ടുണ്ട്. സഭയുടെ ഐക്യം, മാനവരാശിയുടെ ഐക്യം, സമാധാനം, പ്രേക്ഷിത പ്രവർത്തനം, പാവപ്പെട്ടവരോടുള്ള പരിഗണന, എല്ലാവരുമായിട്ട് സംവദിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ഡയലോഗിലൂടെ കൂട്ടായ്മ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് എപ്രകാരം കൂട്ടായ്മയോടെ നാം പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധാവ്
ആവർത്തിച്ച് സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കാലഘട്ടത്തിന് യോജിച്ച ഒരു പിതാവ് തന്നെയാണ് ലയോ 14. നമുക്കറിയാം പിതാവെ കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ്, ആ പിതാവാണ് ഇപ്പോൾ ലയോ 14 മാർപ്പാപ്പയായിട്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങേക്ക് അദ്ദേഹം കർദിനാളായിരുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് വത്തിക്കാൻ്റെ വിവിധ ഡിക്കാസ്ട്രികൾ അദ്ദേഹം സേവനം ചെയ്തിരുന്ന സമയത്ത് അങ്ങേക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ പുതിയ പിതാവുമായിട്ടുള്ള അങ്ങയുടെ ഒരു ബന്ധം അങ്ങൊന്നു പങ്കുവയ്ക്കാം. ഈ പരിശുദ്ധ പിതാവുമായിട്ടുള്ള എൻ്റെ പരിചയം വെറും 2 വർഷത്തിന് ഉള്ളിലുള്ളത് മാത്രമാണ്. അദ്ദേഹം കർദിനാളായിട്ട് ഈ മെത്രാന്മാരുടെ വേണ്ടിയിട്ടുള്ള കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റായിട്ട് നിയമിക്കപ്പെട്ട നാൾ മുതലുള്ള പരിചയമേ എനിക്കുള്ളൂ. അതിനുശേഷം ഈ കഴിഞ്ഞ ഒക്ടോബറിൽ 1 മാസം ഇവിടെ സിനഡ് ഉണ്ടായിരുന്നുവല്ലോ. ആ സമയത്ത് 2-3 തവണ പിതാവിനെ കണ്ട് സംസാരിക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്നെ അറിയുന്നു, ഞാൻ അദ്ദേഹത്തെയും അറിയുന്നുണ്ട്. എന്നാൽ പൗരസ്ത്യ സഭകളുടെ കാര്യങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തന നിരതനാകേണ്ട ഒരു ശുശ്രൂഷയായിരുന്നില്ല കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിൻ്റേത്. അതുകൊണ്ട് ആ വക വിഷയങ്ങളിൽ ഉള്ള ചർച്ചകൾക്കായിട്ട് ഞാൻ പിതാവുമായിട്ട് പോയിട്ടില്ല. പിന്നെ പിതാവിൻ്റെ അഗാധമായിട്ടുള്ള പാണ്ഡിത്യം, പിതാവ് ഈ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലാണെന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു വസ്തുത. പക്ഷേ ആ നിലയിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നെന്നും വരാപ്പുഴയിലും കൊച്ചിയിലും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ അദ്ദേഹം പാപ്പ ആയതിനു ശേഷമാണ് മനസ്സിലാക്കിയത്. ഏതായാലും അദ്ദേഹം സുപ്പീരിയർ ജനറലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ദൈവശാസ്ത്രത്തിലും അതുപോലെ തന്നെ കാനൻ ലോയിലും ഡോക്ടറേറ്റുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പഠനത്തിൻ്റെ ആളാണ്. ഇപ്പോൾ തൻ്റെ പ്രസംഗത്തിലും പറയുണ്ടായി, ഐ ആം എ സൺ ഓഫ് സെയിൻറ്റ് അഗസ്റ്റിൻ. അപ്പോൾ ആ ഒരു അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റേതായിട്ടുള്ള പൈതൃകം തൻ്റെ സ്വന്തം വ്യക്തിത്വത്തിൽ പേറുന്നവനും അഗസ്റ്റിൻ്റേതായിട്ടുള്ള ദൈവശാസ്ത്ര വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തൻ്റെ പഠനങ്ങളുടേതായിട്ടുള്ള ഒരു വീക്ഷണവും ഒക്കെ നമുക്ക് ലയോ 14 കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പരിചയമാണ് എനിക്ക് അദ്ദേഹവുമായിട്ട് ഉള്ളത്. പിന്നെ അദ്ദേഹം ഈ കോൺക്ലേവിൽ വരുന്ന സന്ദർഭത്തിൽ അതിനു മുമ്പുള്ള കോൺഗ്രിഗേഷൻസ് എന്ന് പറയുന്ന കർദിനാളന്മാരുടെ സമ്മേളനത്തിൽ മിക്ക ദിവസവും 150, 151 അല്ലെ 179 ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്പറുകൾ കർദിനാളന്മാരുടെ സാന്നിധ്യം. പ്രായം ചെന്നവർ വരെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സന്ദർഭങ്ങളിൽ കഴിഞ്ഞ പരിശുദ്ധ പിതാവിൻ്റെ ശുശ്രൂഷകളിലെ കൊണ്ടുള്ള നന്ദി എല്ലാ കർദിനാളന്മാരും പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ പുതിയ പാപ്പ എങ്ങനെ ഉള്ള ഒരാളായിരിക്കണമെന്നുള്ള സൂചനകളും സംസാരങ്ങളിലുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നത് പോലെ മീഡിയയിലോ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചോ ഒന്നും അധികം പാപ്പായാകുമെന്നുള്ള ഒരു പറച്ചിൽ അദ്ദേഹത്തെക്കുറിച്ചുണ്ടായില്ല. പക്ഷേ എങ്കിലും ചില സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പേരും എടുത്ത് പറയപ്പെട്ടിരുന്നു. കർദിനാൾമാരുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പേര് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവരും പൊതുവായ ചർച്ചകളിലൊന്നും പേര് പറയുന്നതായിട്ടൊന്നും കേട്ടില്ല. ഏതായാലും ഇത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എല്ലാ പാപ്പാമാരുടെയും തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. ഒരു കാലഘട്ടത്തിന് ഇന്നയാളായിരിക്കും നല്ലതെന്ന് തീരുമാനിക്കുന്നത് ദൈവാത്മാവാണ്. ആ തീരുമാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ച് കോൺക്ലേവിലെ പിതാക്കന്മാരെ കൊണ്ടുവരുന്നതും ദൈവാത്മാവാണ്. പക്ഷെ മറ്റു പരിഗണനകളോടുകൂടി സംസാരങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിരിക്കും. അവയെല്ലാം ചെന്ന് അവസാനിക്കുന്നത് വാസ്തവത്തിൽ മറ്റൊരു വഴിത്തിരിവിലേക്കായിരിക്കും. അങ്ങനെയാണ് ഈ വഴിത്തിരിവുണ്ടായതെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നു ഫസ്റ്റ് USA എന്നുള്ള ഫസ്റ്റ് പാപ്പ എന്ന് പറയുന്നു. ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനവും ആദ്യകാല ജീവിതവും എല്ലാം അവിടെയാണ്. ക്രിസ്ത്യൻ സന്യാസി സമൂഹത്തിൽ ചേർന്നതും അവിടെയാണ്, ഷിക്കാഗോയിലായിരുന്നല്ലോ. പക്ഷേ പിന്നീട് അദ്ദേഹം മിഷണറിയായിട്ട് പെറുവിൽ പോയി. പെറുവിലായ ചിക്ലായ രൂപയിലാണ് മെത്രാനായിരുന്നത്. അവിടെ ദീർഘകാലം പ്രവർത്തിച്ചു. അവിടെ വെച്ചായിരുന്നിരിക്കണം ബെർഗോളിയോ പിതാവ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ അറിഞ്ഞത്. അങ്ങനെ ഉള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പിന്നീട് പെറുവിൽ നിന്ന് വിളിച്ച് ഇവിടെ കർദിനാളായിട്ട് മെത്രാന്മാരുടെ വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്ന വസ്തുതകളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അറിവ് പരിമിതമാണ് എന്ന് വരികിലും ഇപ്പോൾ ആ അറിവ് വളരെയേറെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇപ്പോൾ നടത്തിയ 2-3 പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. മെയ് 10-ാം തീയതി മാർപ്പാപ്പയായിട്ട് നേരിട്ട് കാണാനുള്ളൊരു വലിയൊരു ഭാഗ്യം ലഭിച്ചു. ഒപ്പം ഇന്നലെ ആ ഒരു പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാൻ സാധിച്ചു സിസ്റ്റൈൻ ചാപ്പലിലെ. ആ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാവില്ല? തീർച്ചയായിട്ടും നമ്മൾ പുതിയൊരു പരിശുദ്ധ പിതാവ് കുർബാന അർപ്പിക്കാൻ വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ തന്നെയാണല്ലോ നമ്മൾ ഉറ്റുനോക്കുന്നത്. എല്ലാവരും അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു നടുക്കുള്ള വഴിയുടെ അരികിലാണ് ഇരുന്നിരുന്നത്. ഓരോരുത്തർക്കും ഇങ്ങനെ അവസരമനുസരിച്ച് കിട്ടിയ ഒരു സീറ്റാണ്. പക്ഷെ അത് പുറകു ഭാഗത്തായിരുന്നു. എങ്കിലും പോയ വഴിക്ക് പരിശുദ്ധ പിതാവ് ഒരു കൈ കാണിച്ചിങ്ങനെ പുഞ്ചിരിയോടുകൂടി സംസാരിച്ചു. പുഞ്ചിരിക്കുന്ന മുഖമാണ് എപ്പോഴും പരിശുദ്ധ പിതാവിന്, എന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ പ്രത്യേകിച്ച്. എന്നാൽ അങ്ങനെ ഉറക്കച്ചിരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇല്ലെന്ന് തോന്നുന്നു. ശാന്തനാണ്. ആ ശാന്തത എപ്പോഴും മുഖത്തുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചാലും പുള്ളിയുടെ മുഖഭാവങ്ങളൊന്നും മാറുകയില്ല. പുള്ളി അതേക്കുറിച്ച് അങ്ങനെ ആകുലചിത്തനാവുകയൊന്നുമില്ല. സമചിത്തത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അത് വാസ്തവത്തിൽ ഒരു അധികാരിക്ക് ഉണ്ടാകേണ്ടതാണ്, സമചിത്തത. എന്തു വന്നാലും അത് ഒരു പരിഹാരമുണ്ട്. അത് ദൈവാശ്രയത്വ ബോധത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനെക്കുറിച്ചും അങ്ങനെ കൂടുതൽ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. മാനുഷികമായ ആകുലതകൾ വന്നാലും ആ ആകുലതയെ അതിജീവിക്കാനുള്ള ശക്തി ആ ദൈവാശ്രയത്വ ബോധത്തിൽ നിന്ന് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ലഭിക്കും. എനിക്ക് തോന്നുന്നത് ഈ ലയോ 14-ാമൻ പാപ്പായ്ക്ക് അങ്ങനെ ഒരു വലിയ സവിശേഷത വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമുണ്ട്. ഒരുപക്ഷെ അഗസ്തീനിയൻ സന്യാസ സമൂഹത്തിലെ പരിശീലനത്തിൽ നിന്നും അദ്ദേഹം ഉൾക്കൊണ്ടതായിരിക്കാം. ദൈവശാസ്ത്രപരവും കാനോനികവുമായിട്ടുള്ള പഠനങ്ങളുടെ അവഗാഹത്തിൽ നിന്നും ലഭിച്ചതായിരിക്കാം. ഏതായാലും ഇത് നമുക്ക് സഭയ്ക്ക് ഒരു വലിയ സമ്പത്തായിട്ട് പരിണമിക്കും എന്നുള്ളതിന് സംശയമില്ല. മറ്റൊരു കാര്യം പിതാവേ, അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് 4-ാമത്തെ ആ ഒരു വോട്ടിങ്ങിലാണ് മാർപ്പാപ്പ നമുക്ക് പുതിയ മാർപ്പാപ്പയെ ലഭിച്ചത്. അതിനാൽ തന്നെ നേരത്തെ അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, കാർഡിനൽസിൻ്റെ മനസ്സിൽ പുതിയ മാർപ്പാപ്പയുടെ പേര് അല്ലെങ്കിൽ കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പിതാവിൻ്റെ പേര് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ 4-ാമത്തെ വോട്ടിങ്ങിൽ തന്നെ പുതിയ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അത് അങ്ങ് പറഞ്ഞതിനെ സാധൂകരിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ, ഭൂരിഭാഗം പേരുടെ മനസ്സിൽ ഒരു പേരുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും ശരിയാണ്. ഞാൻ കോൺക്ലേവിൽ സംബന്ധിച്ചില്ല. പക്ഷേ ഞാൻ ചില കോൺക്ലേവിൽ സംബന്ധിക്കാതിരുന്ന ഒരു കർദിനാളുമായിട്ടാണ് ഒന്നിച്ച് ഈ ദിവസങ്ങളിൽ താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തോടും ആ സമൂഹത്തിലുണ്ടായിരുന്ന വൈദികരോടും ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും 2-ാം ദിവസം അവസാനത്തോടുകൂടി പാപ്പായെ നമുക്ക് ലഭിക്കുമെന്ന്. പക്ഷെ അവരെല്ലാവരും മറ്റുള്ളവർ പറഞ്ഞത് ഇല്ല, അതിലേറെ നീണ്ടുപോകും, കാരണം ആരുടെയും പേര് വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഒരു കോൺക്ലേവിൽ സംബന്ധിച്ച അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ചർച്ചകളുടെ വെളിച്ചത്തിൽ പിതാക്കന്മാരുടെ ആഗ്രഹം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെ ആയിരിക്കുമല്ലോ കോൺക്ലേവിലുള്ളവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ കോൺക്ലേവിലുള്ളവരുടെ മനോഭാവം എങ്ങനെ പോകുമെന്നുള്ള ഒരു ചെറിയ നിഗമനം ഞാൻ നടത്തിയതാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ പറഞ്ഞതുപോലെ കാര്യം നടന്നു എന്നുള്ള രീതി പറയാനല്ല ഞാനിത് പറയുന്നത്. പിന്നെയോ അങ്ങനെ പെട്ടെന്ന് നടന്നതിൻ്റെ കാരണം ആദ്യ വോട്ടെടുപ്പിൽ തന്നെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് വന്ന വ്യക്തികളിൽ ഇദ്ദേഹമായിരിക്കും നമുക്ക് കൂടുതൽ നല്ലതെന്നുള്ള രീതിയിൽ പിന്നീടുള്ള വോട്ടുകളിൽ അദ്ദേഹത്തിന് കൂടുതൽ വോട്ടുകൾ ലഭിച്ച് മുന്നിൽ വന്ന് പെട്ടെന്ന് തീരുമാനത്തിലേക്ക് വരാൻ പിതാക്കന്മാർക്ക് സാധിച്ചു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് കോൺക്ലേവിലുള്ള ആരും എന്നോട് പറഞ്ഞതല്ല, ഞാൻ സ്വാഭാവികമായി നടത്തുന്ന ഒരു നിഗമനമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിതാവേ, ഇതിന് മുമ്പ് നടന്ന ഒരു 12ഓളം ജനറൽ കോൺഗ്രിഗേഷൻ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ നമുക്കറിയാം ഇത്തവണത്തെ എന്ന് പറഞ്ഞാൽ ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് കോൺക്ലേവ് ആയിരുന്നു. 133ഓളം കാർഡിനൽസ് പങ്കെടുക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ, ഇതുവരെ ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടാത്ത രാജ്യങ്ങളിൽ നിന്നും കാർഡിനൽസ് പങ്കെടുക്കുന്നു. അപ്പോൾ ഈ ഒരു ജനറൽ കോൺഗ്രിഗേഷന് പരസ്പരം മനസ്സിലാക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ഉള്ളൊരു അവസരം കാർഡിനൽസിന് അഭിനന്ദ പിതാക്കന്മാർക്ക് ലഭിച്ചു. അത് വലിയൊരു കാര്യമാണ്. 12ഓളം കോൺഗ്രിഗേഷൻസ് എന്ന് പറഞ്ഞതിനകത്ത് എല്ലാ ദിവസവും തന്നെ 180ഉം 181, 82 ഒക്കെ പിതാക്കന്മാരെ സംബന്ധിച്ചിട്ടുണ്ട്. 131 കഴിഞ്ഞ് ഏകദേശം 50ഓളം മറ്റു പിതാക്കന്മാരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അവരുടെ അനുഭവ സമ്പത്ത്, അവരുടെ ദർശനങ്ങൾ, അവർക്ക് മുൻ പാപ്പാമാരോടുള്ള അനുഭവങ്ങൾ, അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഈ കാലഘട്ടത്തിൽ എന്തായിരിക്കണം എന്നുള്ള ചിന്തകളെല്ലാം വളരെ ആഴത്തിലും വളരെയേറെ സന്ദർഭങ്ങൾക്ക് യോജിച്ച രീതിയിലും അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. അതുതന്നെ വലിയൊരു സ്കൂളിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു വലിയ അറിവ് നൽകുന്ന ഒരു രീതിയായിരുന്നു. അത് കോൺക്ലേവിൽ സംബന്ധിക്കാനുള്ള പിതാക്കന്മാർക്ക് വലിയ വെളിച്ചം കൊടുത്തു.
എന്നതിന് യാതൊരു സംശയമില്ല. അപ്രകാരം അത് സംഘടിപ്പിച്ചത് ദൈവത്തിൻ്റെ കൃപയാൽ വലിയ ഒരു അനുഗ്രഹമായിട്ട് തീർന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം മാനുഷിക തലത്തിൽ ഫലപ്രദമായി തീരുന്നതിന് കാരണമായത്. അപ്പോൾ പിതാവേ, പുതിയ ലിയോ 14 മാർപ്പാപ്പ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കേരള സഭയോടുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ, വത്തിക്കാൻ പല വിഷയങ്ങളിലും ഓൾറെഡി പല കാര്യങ്ങളിലും പല ഡിസിഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട് സീറോ മലബാർ സഭയോട്. അപ്പോൾ അത് പുതിയ മാർപ്പാപ്പയും തുടരാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ നമ്മുടെ മുന്നിൽ? കാരണം സഭയാണൊരു നിലപാട് എടുത്തിരിക്കുന്നത് പല വിഷയങ്ങളിലും. അപ്പോൾ അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും സഭയിൽ ഒരു നൈരന്തര്യമുണ്ട്, ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓരോ മാർപ്പാപ്പമാരും ചെയ്യുന്ന കാര്യങ്ങളുടെ തുടർച്ചയായിരിക്കും അടുത്ത മാർപ്പാപ്പായും സഭയുടെ മറ്റ് കാര്യാലയങ്ങളുമൊക്കെ ചെയ്യുന്നത്. ഒന്നിനെ തകിടം മറിച്ചുകൊണ്ട് മറ്റൊന്ന് ചെയ്യുന്ന രീതി സഭയ്ക്കില്ല. കാരണം സഭയുടെ ദൗത്യം ഒന്ന് മാത്രമാണ്: കർത്താവായ ശംശയുടെ സുവിശേഷ പ്രകാരം സ്നേഹത്തിലും കാരുണ്യത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് സഭയുടെ ഐക്യവും സമാധാനവും ലോകത്തിൻ്റെ ഐക്യവും സമാധാനവും ഒക്കെ കൈവരുത്തുക. പ്രത്യേകിച്ച് പാവങ്ങളോടുള്ള പരിഗണനയിൽ സഭാമക്കളെ കൊണ്ടുപോവുക. അപ്പോൾ അതിനൊരു മാറ്റവും ഇല്ല. ഇവിടെ ഭിന്നിപ്പിനോ കലഹത്തിനോ മത്സരങ്ങൾക്കോ ഒന്നും ഒരു സ്ഥാനവുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ അതൊക്കെ ഉണ്ടാകുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടാകാം. അതൊക്കെ ഉണ്ടാകുന്നത് മാനുഷികമായിട്ടുള്ള കുറവുകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ സഭയിൽ അങ്ങനെ വലിയ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാകും. നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ ഒരു ഗവൺമെൻറ് വെക്കുന്ന പദ്ധതികളെ, മുന്നോട്ട് വെക്കുന്ന നടപടികളെല്ലാം ഒരുപക്ഷെ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ തകിടം മറിക്കുന്ന ഒരനുഭവം നമുക്കുള്ളത് കൊണ്ടാണ്, അതേ രാഷ്ട്രീയ ശൈലി ഈ സഭയിലുണ്ടെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ഒരു പാപ്പ പോയി വേറൊരു പാപ്പ വന്നാൽ ഉടനെ കാര്യങ്ങളെല്ലാം മറ്റൊരു രീതിയിലാകും എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത്. ഒരിക്കലും വരികയില്ല. ഒരുപക്ഷെ ഈ മാറ്റങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ള ചില്ലറ തീരുമാനങ്ങളൊക്കെ വന്നെന്നിരിക്കാം. പക്ഷേ നമുക്കറിഞ്ഞുകൂടാ എന്ന് വരികയിലും അടിസ്ഥാനപരമായിട്ട് എടുത്ത തീരുമാനങ്ങൾക്ക് ഞങ്ങളെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലി ഉണ്ടാകുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പാപ്പ നേരിട്ട് അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, പറയുമായിരിക്കാം. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരാതെ, പുതിയ മാർപ്പാപ്പയുടെ ആ ഒരു മിഷൻ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് പെറുവിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു മിഷൻ എക്സ്പീരിയൻസ്, അത് വലിയൊരു മുതൽക്കൂട്ടില്ല. കാരണം അദ്ദേഹം തൻ്റെ ഈ നടത്തിയ പ്രഭാഷണങ്ങൾ, ഇപ്പോൾ ആദ്യത്തെ ഒരു സന്ദേശം, പിന്നീട് കാനൽസിൻ്റെ ഒരു പരിശുദ്ധ കുർബാനയിൽ നടത്തിയ ഒരു സന്ദേശം, പ്രത്യേകിച്ച് ഇന്ന് നൽകിയ ഒരു സന്ദേശം, സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു ചൈതന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. സുവിശേഷം ധീരതയോടെ പ്രഘോഷിക്കേണ്ട ആവശ്യകത പറഞ്ഞു. ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് വലിയൊരു ഭക്തി പിതാവ്, അതൊക്കെ സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവില്ല? തീർച്ചയായിട്ടും മുതൽക്കൂട്ടാകും. കാരണം അദ്ദേഹം ഞാൻ സൂചിപ്പിച്ചതുപോലെ പഠിച്ച കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. പ്രേക്ഷിത പ്രവർത്തനം സഭയുടെ പ്രഥമ ദൗത്യമാണ്. അതുപോലെ തന്നെയാണ് ദൈവാരാധന. ആ ദൈവാരാധനയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള സഭയുടെ ശുശ്രൂഷ. ആരാധനയ്ക്ക് കളമൊരുക്കുന്ന ഒന്നാണ് പ്രേക്ഷിത പ്രവർത്തനം. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാക്ഷ്യം, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടുള്ള പരിഗണന. ഇത് കർത്താവായ ഈശോ മിശിഹായുടെ സാക്ഷ്യത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രചോദനമാണ്. കർത്താവായ ഈശോ മിശിഹ അങ്ങനെയാണിരുന്നല്ലോ. പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, അത് പ്രാവർത്തികവുമാക്കി. അതുമാത്രമേ നമുക്കും ചെയ്യാനുള്ളൂ സഭയിൽ. അതുതന്നെ അദ്ദേഹം അടിവരയിട്ട് പറയുകയുണ്ടായി. അദ്ദേഹം പെറുവിൽ ചിക്ലായ രൂപതയുടെ മെത്രാനായിരുന്ന കാലത്തും അപ്രകാരമാണ് പ്രവർത്തിച്ചത്. വെള്ളപ്പൊക്കമുണ്ടായ സന്ദർഭത്തിൽ രംഗത്തിയെന്ന് അവരോടൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, അവരോടൊപ്പം ഭക്ഷിച്ചു. അദ്ദേഹം പാവപ്പെട്ടവർക്ക് ഒരു മുകളിൽ നിൽക്കുന്ന ആൾ കാരുണ്യം കാണിക്കുന്നു എന്നുള്ള മട്ടിലല്ല, അവരോട് ചേർന്ന് സഹവസിച്ച് തൻ്റെ നേതൃത്വം, സഭയുടേതായിട്ടുള്ള ദൗത്യം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പങ്കാളിത്ത സ്വഭാവമുള്ള സഭയെയാണ് മാർപ്പാപ്പ വിഭാവനം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെല്ലാം ദൈവശാസ്ത്രപരമായ സഭാശാസ്ത്രപരമായ അടിത്തറ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഉറപ്പും നമുക്കുണ്ട്. പിന്നെ പരിശുദ്ധ അമ്മയോടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഭക്തി എന്നുള്ളതിനേക്കാളുപരി അമ്മ സഭയുടെ മാതാവാണ്. അത് അദ്ദേഹത്തിൽ അടിയുറച്ചു നിൽപ്പുണ്ട്. സഭയുടെ മാതാവായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞാണ് ഇന്നത്തെ ഭദ്രനാഥന്മാരുടെ സമ്മേളനങ്ങളുടെ അവസാനം അദ്ദേഹം
സ്വർള്ളവരാങ്ങിയെ ആനന്ദിച്ചാലും എന്നുള്ള ആ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയത്. അപ്പോൾ സഭയുടെ മാതാവാണ് പരിശുദ്ധ അമ്മ. ഇത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പോളാറാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഒരു സന്ദേശമാണ് പരിശുദ്ധ അമ്മയെ സഭയുടെ മാതാവായിട്ട് പ്രഖ്യാപിക്കുക. അതുവരെയും അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സഭയോടുള്ള ബന്ധം അത് സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകർക്കും, മെത്രാന്മാർക്കും, വൈദികർക്കും, സമർപ്പിതർക്കും, അതുപോലെ തന്നെ ആത്മായ പ്രേക്ഷിതർക്കും എല്ലാം ഉണ്ടായിരിക്കേണ്ടതാണ്. അമ്മയില്ലാതെ നമുക്ക് സഭയെ കാണാൻ പറ്റില്ല. കർത്താവായ ഈശോ മിശിഹാ അങ്ങനെയാണ് അമ്മയെ നമുക്ക് കാട്ടി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ കാനായിലെ കല്യാണ വിരുന്നിലും പിന്നീടുള്ള പരസ്യ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിലും പിന്നീട് കുരിശൻ ചുവട്ടിലും സഭ രൂപം കൊള്ളുന്ന ശിഷ്യന്മാരോടുകൂടിയുള്ള പ്രാർത്ഥനാ സമ്മേളനങ്ങളിലും എല്ലാം പരിശുദ്ധമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പരിശുദ്ധമ്മയെ മാറ്റി നിർത്താൻ സാധിക്കുന്നത്? അതുകൊണ്ട് അമ്മയുടേതായിട്ടുള്ള ആ ഒരു വലിയ മാധ്യസ്ഥ്യം അദ്ദേഹം പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലും എപ്പോഴും അനുസ്മരിക്കുന്നുണ്ട്. വളരെ നന്ദി പിതാവേ. വളരെ വിശദമായിട്ട് ലിയോ 14 മാർപ്പാപ്പയെക്കുറിച്ചും ഒപ്പം തന്നെ കോൺക്ലേവും അതിനോടനുബന്ധിച്ച് ജനറൽ കോൺഗ്രിഗേഷനെ കുറിച്ചും വളരെ വിശദമായിട്ട് കൃത്യമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെച്ച് അങ്ങനെ ശുശ്രൂഷകൾ ഇനിയും ദൈവം കൂടുതൽ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന ആശംസിക്കുന്നു. വളരെ താങ്ക് യു. ജോർജിക്ക് നന്ദി. ജോർജി ഈ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായ രീതിയിൽ ഈ വത്തിക്കാനിൽ നടന്ന സംഭവങ്ങളുടേതായിട്ടുള്ള അവതരണം ഷെക്കീന TV-യിലൂടെ കേരളത്തിലെ ജനതയ്ക്ക്, മലയാളികൾക്ക് നൽകി. അതിന് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ ജോർജിയെ സഹായിച്ചവർക്കും ഞാൻ നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.